നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള റൊമേനിയൻ നഗരമായ ഗലാറ്റിയിലെ 10 നില പാർപ്പിട സമുച്ചയത്തിന് മുകളിൽ റഷ്യൻ ഡ്രോൺ തകർന്നു വീണു. ഡ്രോണിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായും പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു. 70ഓളം താമസക്കാരെ കെട്ടിടത്തിൽ നിന്നും അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു. റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായ അതിഗുരുതരമായ പ്രകോപനം എന്നാണ് റുമേനിയൻ സർക്കാർ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ആദ്യമായി ജനവാസ മേഖലയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം റൊമേനിയയിലെ ഒരു ജനവാസ മേഖലയിൽ റഷ്യൻ ഡ്രോൺ പതിക്കുന്നത് ഇതാദ്യമാണ്. ഉക്രൈനിലെ ഇസ്മായിൽ തുറമുഖം ലക്ഷ്യമിട്ടെത്തിയ റഷ്യൻ ഡ്രോണാണ് നിയന്ത്രണം വിട്ട് റൊമേനിയയിൽ പതിച്ചത്. സംഭവത്തെ തുടർന്ന് റൊമേനിയൻ വ്യോമസേന തങ്ങളുടെ F-16 യുദ്ധവിമാനങ്ങളും മിലിറ്ററി ഹെലികോപ്റ്ററുകളും അടിയന്തരമായി ആകാശത്തേക്ക് അയച്ചു. അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വായു അതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് റൊമേനിയയിലെ റഷ്യൻ അംബാസഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ജർമ്മൻ ചാൻസലർ പദവിയെ ചൊല്ലി CDUയിൽ വൻ ഭിന്നത. ജർമ്മനിയിലെ ഭരണകക്ഷിയായ CDU പാർട്ടിക്കുള്ളിൽ ചാൻസലർ പദവിയെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചാൻസലർ ഫെഡറിക് മെർസും നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ശക്തനായ നേതാവുമായ ഹെൻറിക് വൂസ്റ്റും തമ്മിലുള്ള ചാൻസലർ മാറ്റ വിവാദങ്ങൾക്ക് ശേഷം ഇരുവരും തിങ്കളാഴ്ച ആദ്യമായി നേർക്കുനേർ കാണും. മെഷഡയിലെ ഒരു ഹോട്ടലിൽ നടക്കുന്ന NRW CDUവിന്റെ തന്ത്രപ്രധാനമായ യോഗത്തിലാണ് ഈ രാഷ്ട്രീയ പോരാട്ടം നടക്കുക. ഇപ്പോഴത്തെ ഭരണകാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നിലവിലെ ചാൻസലർ ഫെഡറിക് മെർസിനെ മാറ്റി ജനപ്രിയനായ ഹെൻറിക് വൂസ്റ്റിനെ ചാൻസലറാക്കും എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഈ വാർത്തകൾക്ക് പിന്നിൽ വൂസ്റ്റ് നേരിട്ടാണെന്നാണ് ചാൻസലർ മെർസ് വിശ്വസിക്കുന്നത്. തന്റെ കസേര തെറിപ്പിക്കാൻ വൂസ്റ്റ് ശ്രമിക്കുന്നുവെന്ന സംശയം മെർസിനുണ്ട്. ഇത്തരം വാർത്തകളെ വെറും വന്യമായ ഊഹാപോഹങ്ങൾ എന്നാണ് ചാൻസലറുടെ ഓഫീസ് വിശേഷിപ്പിച്ചത്. അടുത്തിടെ പുറത്തുവന്ന രാഷ്ട്രീയ സർവേകളിൽ ചാൻസലർ മെർസിന്റെ ജനപ്രീതി വളരെ പിന്നിലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് നിലവിലെ ഭരണസഖ്യത്തിന് വലിയ ബാധ്യതയാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർ കരുതുന്നുണ്ട്. അതേസമയം നിലവിൽ യൂണിയൻ പാർട്ടികളിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് ഹെൻറിക് വൂസ്റ്റ്. അദ്ദേഹം ചാൻസലർ ചർച്ചകളെ പൂർണ്ണമായി തള്ളിക്കളയാത്തതും മെർസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുൻ ചാൻസലർ അംഗല മേർക്കൽ വൂസ്റ്റിന് പരസ്യമായി പുരസ്കാരം നൽകിയതും മെർസിന് വൂസ്റ്റിനോടുള്ള അതൃപ്തിയും കൂട്ടിയിട്ടുണ്ട്. സ്വന്തം തട്ടകത്തിൽ വെച്ചാണ് വൂസ്റ്റ് ഒരുക്കുന്ന വേദിയിൽ ചാൻസലർ മെർസ് തിങ്കളാഴ്ച പ്രസംഗിക്കുന്നത്. യോഗത്തിൽ വലിയൊരു രാഷ്ട്രീയ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നാണ് ജർമ്മൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന NRW സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നാണ് വൂസ്റ്റ് ഔദ്യോഗികമായി പറയുന്നത്. ഇനി പറയുന്ന വാർത്ത ചിലപ്പോൾ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചേക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. യൂറോപ്യൻ വിസ വിതരണത്തിൽ VSF കുത്തക ഇപ്പോൾ ഇന്ത്യക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ അപ്പോയിന്റ്മെന്റ് തട്ടിപ്പും ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ യാത്രക്കാരുടെ ഏക ആശ്രയമായ VFS ഗ്ലോബൽ വിസ സെന്ററുകളിൽ വൻ ക്രമക്കേടുകൾ നടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യൻ എക്സ്പ്രസും ആഗോള അന്വേഷണ ശൃംഖലയായ ലൈറ്റ് ഹൌസ് റിപ്പോർട്ട്സും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് യൂറോപ്യൻ യൂണിയന്റെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ പുറത്തു വന്നത്. വർഷം തോറും 1 മില്യണിൽ അധികം ഇന്ത്യക്കാരാണ് 27 യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്താൻ സഹായിക്കുന്ന ഷെങ്കൻ വിസയ്ക്കായി അപേക്ഷിക്കുന്നത്. സൂറിച്ചിലും ദുബായിലും ആസ്ഥാനമുള്ള VFS ഗ്ലോബൽ വഴിയാണ് ഇന്ത്യയിലെ വിസ നടപടികൾ ഭൂരിഭാഗവും നടക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാന ക്രമക്കേടുകൾ എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമല്ലെന്നാണ്. വിസ അപേക്ഷകരുടെ വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങളും മറ്റ് രേഖകളും യാതൊരു സുരക്ഷയുമില്ലാതെ എൻക്രിപ്റ്റ് ചെയ്യാതെ CD ഡിസ്കുകൾ എന്നിവയിലുള്ള ഘടകങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. VFS ഓഫീസുകളിൽ നിന്ന് കോൺസുലേറ്റുകളിലേക്ക് ഈ വിവരങ്ങൾ കൈമാറിയിരുന്നത് എൻക്രിപ്റ്റ് ചെയ്യാത്ത ഇമെയിലുകൾ വഴിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിയമപ്രകാരം വിസ നടപടികൾ കഴിഞ്ഞാൽ അപേക്ഷകരുടെ സ്വകാര്യ വിവരങ്ങൾ കൃത്യമായ സമയത്തിനുള്ളിൽ നശിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ 18 മാസങ്ങൾക്ക് മുമ്പുള്ള അപേക്ഷകളുടെ വിവരങ്ങൾ പോലും ഇത്തരത്തിൽ നശിപ്പിക്കാതെ സൂക്ഷിച്ചിരുന്നതായി ജർമ്മനിയും പോളണ്ടും നടത്തിയ ഓഡിറ്റിംഗിൽ തെളിഞ്ഞു. ഇത് യൂറോപ്യൻ യൂണിയന്റെ കടുത്ത ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങളുടെ ലംഘനമാണ്. വിസ ലഭിക്കുന്നതിനായി വ്യാജ അപ്പോയിന്റ്മെന്റുകൾ സൃഷ്ടിക്കുന്നതായും ചില ട്രാവൽ ഏജൻസികളുമായി ചേർന്ന് വ്യാജ തൊഴിൽ രേഖ ചമയ്ക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വിസ എളുപ്പത്തിൽ ലഭിക്കാൻ ലക്ഷറി ടൂറിസ്റ്റ് കേന്ദ്രമായ ലുക്സംബർഗ് ആദ്യ ലക്ഷ്യസ്ഥാനമായി കാണിച്ച് വിസ നേടിയ ശേഷം
മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുന്ന തട്ടിപ്പും സജീവമാണ്. അത് മാത്രമല്ല, നിർബന്ധിത പണം തട്ടലായി പ്രീമിയം ലോഞ്ച് ആക്സസ്, കൊറിയർ ചാർജ്, SMS അലർട്ടുകൾ തുടങ്ങിയ അധിക സേവനങ്ങൾ അപേക്ഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ സെന്ററുകളിൽ പ്രദർശിപ്പിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. കൂടാതെ 2020 മുതലുള്ള പല പാസ്പോർട്ടുകളും മടക്കി അയക്കാതെ VFS ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും മലയാളികളായ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യമാണ്. യൂറോപ്യൻ വിസയ്ക്കായി VFS സെന്ററുകളെ സമീപിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പ്രീമിയം സർവീസുകൾക്കായി പണം നൽകാതിരിക്കാൻ ശ്രമിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രം അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുക. ഏജന്റുമാരുടെ വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴരുതെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ജർമ്മനിയിലിരുന്ന് VFSൽ അപ്പോയിന്റ്മെന്റുകൾ എടുത്തു നൽകാൻ വാഗ്ദാനം ചെയ്യുന്ന ഏജന്റുമാരെന്ന് അറിയപ്പെടുന്ന കുറെ മലയാളികൾ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ പലരെയും ടെലിഫോണിൽ വിളിച്ച് ഇത്രയായിരം രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായി പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റുകൾ എടുത്തു തരാമെന്നും പറഞ്ഞ് തുക വസൂലാക്കുന്നവർ നിരവധിയുണ്ട്. പലരും ഞങ്ങളെ ഇക്കാര്യം വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു പറയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളും എന്ന കാര്യം കൂടി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ ചതിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസിൽ നിന്നും ഇറാനിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇനി പറയുന്നത്. ഏപ്രിൽ 8 മുതൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ ലംഘിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം വീണ്ടും കടുത്തു. ഈ സാഹചര്യത്തിൽ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണോ അതോ കൂടുതൽ ശക്തമാക്കണോ എന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ അതീവ സുരക്ഷയുള്ള സിറ്റുവേഷൻ റൂമിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ കടുത്ത വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് നൽകണം. അവരുടെ പക്കലുള്ള യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ മേൽനോട്ടത്തിൽ നശിപ്പിക്കണം. യുറേനിയം ഏറ്റെടുക്കാൻ കസാഖിസ്ഥാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് മുഖ്യമായും തുറക്കണം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുകയും കപ്പൽ ഗതാഗതത്തിനായി പൂർണ്ണമായി സൗജന്യമായി തുറന്നു കൊടുക്കുകയും വേണം. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ ഇറാനെതിരെയുള്ള അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ വാദങ്ങളെ തള്ളി ഇറാൻ. സത്യവും അസത്യവും കലർന്നതാണെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. അതേസമയം ഇറാൻ ഫുട്ബോൾ ടീം പ്രതിസന്ധിയിലാണ്. 2 ആഴ്ചയ്ക്കകം അമേരിക്കയിൽ ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കാനിരിക്കെ യുദ്ധ പശ്ചാത്തലത്തിൽ ഇറാന്റെ ദേശീയ ടീമിന് അമേരിക്ക ഇതുവരെ വിസ അനുവദിച്ചിട്ടില്ല. ടീം ഇപ്പോൾ മെക്സിക്കോയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. 2006ലും 2011ലും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 14 വർഷം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അദ്ദേഹം കോതമംഗലം നഗരസഭാ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. റബ്ബർ ബോർഡ് അംഗം, സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ചേലാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടക്കും. ശനിയാഴ്ച വൈകുന്നേരം 4 മുതൽ കോതമംഗലം ചേലാട്ട വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഞങ്ങളുടെ സുഹൃത്തും പലപ്പോഴായി ഞങ്ങളുടെ ചുങ്കപ്പാറയിലെയും ഞങ്ങളുടെ ജർമ്മനിയിലെ വീട്ടിലും സന്ദർശനം നടത്തിയിട്ടുള്ള മുൻ മന്ത്രി ശ്രീ TU കുരുവിളയുടെ വിയോഗത്തിൽ പ്രവാസി ഓൺലൈൻ ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പരേതന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥനയും അർപ്പിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.